കുളത്തുപുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബാലശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുവനന്തപുരം തെന്മല റോഡിലൂടെ സഞ്ചരിച്ചാൽ കുളത്തുപുഴയിലെത്താം. കുളത്തുപുഴ 6 കടന്നാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് ഇവിടം. ശ്രീ ധർമ്മശാസ്താവിനെ പോലെ തന്നെ ഇവിടുത്തെ മത്സ്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. തിരുമക്കൾ എന്നാണ് ഈ മത്സ്യങ്ങളെ വിളിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പ്രത്യേക പൂജയോടുകൂടി പായസം, വെള്ളച്ചോറ് എന്നിവ മത്സ്യങ്ങൾക്ക് ഊട്ടുന്നുണ്ട്. അരിമ്പാറ പോലുള്ള ത്വക്ക് രോഗങ്ങൾ മാറ്റുന്നതിന് ഇവിടുത്തെ മീനോട്ട് വഴിപാട് പ്രശസ്തമാണ്. അവലും പൂവും കപ്പലണ്ടിയുമൊക്കെ മീനുകൾക്ക് കൊടുക്കാൻ ധാരാളം പേർ ഇവിടെ ദിവസവും എത്തുന്നുണ്ട്. ബ്രഹ്മചാരിയായ ശാസ്താവിനെ ഒരു ജലകന്യക വശീകരിക്കാൻ നോക്കി. ഇത് മനസ്സിലാക്കിയ ശാസ്താവ് ജലകന്യകയെ മത്സ്യകന്യകയാക്കി മാറ്റി എന്നുമാണ് വിശ്വാസം. ക്ഷേത്രത്തിന് സമീപം മത്സ്യകന്യകയുടെ ഒരു വിഗ്രഹം കാണാം. വർഷങ്ങൾക്ക് മുമ്പ് കുളത്തുപുഴയിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടും മത്സ്യകന്യകയ്ക്കോ ക്ഷേത്രത്തിനോ ഒന്നും സംഭവിച്ചില്ല. പൊട്ടിയ 8 ശിലകളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. യാത്രാ തൽപരനായ ഒരു ആചാര്യൻ യാത്രാ സംഘത്തോടൊപ്പം കുളത്തുപുഴയിൽ എത്തിച്ചേർന്നു. ആചാര്യൻ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ മറ്റുള്ളവർ ആഹാരം പാകം ചെയ്യാൻ പോയി. അതിനായി അടുപ്പ് കൂട്ടാൻ 3 കല്ലുകൾ ചേർത്ത് വച്ചപ്പോൾ ഒരെണ്ണം മാത്രം ഉയർന്നു നിന്നു. അതിനെ തല്ലി പൊട്ടിച്ചപ്പോൾ അത് 8 കഷ്ണങ്ങളായി. ആ പാറ കഷ്ണങ്ങളിൽ നിന്നും രക്തം പൊടിയുന്നത് കണ്ടു. ഇക്കാര്യം അറിഞ്ഞ ആചാര്യൻ അതിൽ ശാസ്താ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി. വിവരമറിഞ്ഞ കൊട്ടാരക്കര രാജാവ് ക്ഷേത്രം പണിയാൻ വേണ്ട ധനം നൽകി. ചിതറിയ പാറക്കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ക്ഷേത്രം ബോർഡിന് കീഴിലായി. കുളത്തുപുഴ ശ്രീ ധർമ്മശാസ്താ തിരുസന്നിധിയിൽ വാലിബൻ ആദ്യാക്ഷരം കുറിച്ച നിമിഷങ്ങൾ പങ്കിടുകയാണ്.